അപ്പോൾ അന്ന് ഭരിക്കുമ്പോൾ ഒരു നിലപാടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാടുമായി മാറിപ്പോയതിൻ്റെ ഒരു ദുരന്ത സാഹചര്യമാണ് ഇന്ന് 2023 എത്തിയപ്പോൾ കേരളത്തിൽ ഇത്രമാത്രം തൊഴിൽ ലഭ്യതയില്ലാത്തത് കൊണ്ട് കേരളത്തിൽ നിന്നും ആളുകൾ എന്ത് ചെയ്യുന്നത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതും ഇവിടെ ഒരു നിക്ഷേപ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതെ അവസ്ഥയുണ്ടായിട്ടുമുള്ളത്. സ്റ്റാർട്ടപ്പുകൾ ഇതിനകത്ത് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇവിടെ പ്രശ്നമായി മാറുന്നത്. ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ IITകളിലും IIMകളിലും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണൽ കോളേജുകളിലുമൊക്കെ സമർത്ഥന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നു. അവരിൽ വലിയൊരു ശതമാനം വിദേശത്തേക്ക് പോകുന്നു. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ പുതിയ പുതിയ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് വ്യവസായങ്ങളും അല്ലെങ്കിൽ നിക്ഷേപങ്ങളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുഴുവനായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. അതെ, തീർച്ചയായും. ആ മാറ്റത്തിന്റെ പ്രതിഫലനം കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റത്തിന് ഇപ്പോൾ ഇവിടെ ഗവൺമെന്റിന് നമ്മളതിനെ ഗവൺമെന്റിന്റെ പങ്കിനെ ഒന്നും തള്ളി പറയുന്നില്ല. പക്ഷേ എന്ത് നാട്ടിൽ ആരുണ്ടായാലും അതിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം തനിക്കാണെന്ന് പറയുന്നതിനാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ എല്ലാം ഈ പറയുന്ന ശശി തരൂരിന്റെ ലേഖനം ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷം അല്ലെങ്കിൽ 8.5 വർഷമായി കേരളം ഭരിക്കുകയാണ്. എത്ര വ്യവസായം കേരളത്തിൽ എന്ത് ചെയ്തു സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു? കാരണം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സീപ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ എന്താണ്, ആ സീപ്ലെയിനെതിരെ വള്ളം കൊണ്ടു അല്ലെങ്കിൽ ഈ പറയുന്ന ബോട്ടുകൾ കൊണ്ടുവന്ന് സമരം ചെയ്തവരാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്. അല്ല, സീപ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ അവരെന്താ പറഞ്ഞത്, വെള്ളത്തിനടിയിലെ മീൻ കുഞ്ഞുങ്ങൾ ചത്തു, അവരവിടെ പോയി ജീവിക്കുന്ന അവർ ചോദിച്ചത്. ഇന്ന് മീൻ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ 10-15 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു തലമുറയോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ തലമുറയ്ക്ക് ഉപയോഗിക്കാമാവുന്ന സൗകര്യങ്ങളെ ഇല്ലാതാക്കി അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു, തിരുത്തി അതേ ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നു, അതേ പുതിയ വീഞ്ഞുകുപ്പിയിലേക്ക് ഈ വെള്ളം മാറ്റി ഒഴിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നില്ല എന്നാണ് പലരും കരുതുന്നത്. അത് തെറ്റാണ്. പക്ഷേ നിക്ഷേപ സൗഹൃദം എന്ന് പറയുന്ന നല്ല ഈ പറയുന്ന പദ്ധതിയെ നമ്മൾ എല്ലാവരും അനുകൂലിക്കണം, അംഗീകരിക്കണം. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലാണെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണോ കേരളത്തിന് മുതൽക്കൂട്ടായിരിക്കും.